സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്, അതായത് എക്സലിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. ഒരുപാട് പേര് അവർക്ക് അവരുടെ സന്തോഷം മെയിലുകളായിട്ടും കമൻറ്റുകളായിട്ടും ഒക്കെ പേഴ്സണലായിട്ടും ഒക്കെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നു, മനസ്സിലാവുന്നു എന്നൊക്കെ അറിയുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസൊക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ എക്സലിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എക്സൽ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് ആദ്യം പഠിക്കാം. അപ്പോൾ നമ്മൾ വേർഡൊക്കെ നല്ല ഭംഗിയായിട്ട് പഠിച്ചു, എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യേണ്ടതെന്ന്. ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു എക്സൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബട്ടണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പേര്, ഈ ഒരു ബട്ടൻ്റെ പേര് നമുക്കറിയത്തില്ലെങ്കിൽ അത് സിസ്റ്റം നമുക്ക് പറഞ്ഞു തരും. നമ്മൾ പേര് പോലും നമുക്ക് അറിയത്തില്ലെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് കൊണ്ടുവച്ച് കഴിയുമ്പോൾ അതിൻ്റെ പേര് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതിനകത്ത് ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് പേരറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മുകളിൽ മൗസ് കൊണ്ടൊന്ന് വെക്കുക. അപ്പോൾ കുറച്ച് സമയത്തേക്ക് ആ പേരൊന്ന് ഷോ ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ പേര് സ്റ്റാർട്ട് ബട്ടൺ എന്നാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്നേ കാണിക്കത്തുള്ളൂ, പക്ഷെ അതിൻ്റെ പേര് സ്റ്റാർട്ട് ബട്ടൺ എന്നാണ്. ഇനിയിപ്പോൾ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തേതാണ് ഒരു ഇ പോലെ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പേര് നമുക്കറിയത്തില്ലെങ്കിൽ ജസ്റ്റ് മൗസ് ഇങ്ങനെ അതിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ അതിൻ്റെ പേര് അവിടെ ഷോ ചെയ്ത് കാണിക്കും, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. അപ്പോൾ അതുപോലെ ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മുകളിൽ മൗസ് ഒന്ന് കൊണ്ട് വെച്ചാൽ മതി, അതിൻ്റെ പേര് അവിടെ കാണിക്കും. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് സ്റ്റാർട്ട് ബട്ടൺ ആണ്. ഇപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ഏതാണെന്ന് അറിയത്തില്ല എങ്കിൽ ദാ ഈ കാണുന്നതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത്, ഇത്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ പേര് അറിയണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ അതിൻ്റെ പേരവിടെ കാണിച്ചു, സ്റ്റാർട്ട് എന്ന് കാണിച്ചു. അപ്പോൾ ഇനി നമ്മൾ ആ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിൻ്റെ മുകളിലോട്ട് വെച്ചു, അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്റ്റാർട്ട് ബട്ടണിലുള്ള പ്രോഗ്രാംസ് എല്ലാം നമുക്കിങ്ങനെ, ഓപ്ഷൻസ് എല്ലാം നമുക്കിങ്ങനെ വിസിബിളായിട്ട് കാണും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ എക്സൽ ആണെങ്കിലും പവർ പോയിൻ്റ് ആണെങ്കിലും MS വേർഡ് ആണെങ്കിലും, പവർ പോയിൻ്റ്, എക്സൽ, MS വേർഡ്, നമ്മൾ ഈ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് കാണാം. അപ്പം നമുക്ക് വേർഡാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഈ വേർഡിലോട്ട് മൗസ് കൊണ്ടുവച്ചു അതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ മൗസ് വെക്കുക, അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് വേർഡ് അല്ല വേണ്ടത്, നമുക്ക് എക്സലാണ് വേണ്ടത്. അതുകൊണ്ട് എക്സലിനെ സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പം ഇത്രയും പോർഷനുണ്ട് എക്സൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് മൗസ് കൊണ്ടുവെക്കുക, അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ എക്സൽ ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഈ കാണുന്നതാണ് എക്സലിൻ്റെ പേജ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ സെല്ലിൻ്റെയാണ് പേര് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതിനകത്തുള്ള എത്ര സെല്ലിൻ്റെ വേണമെങ്കിലും പേര് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ ആദ്യം പറയുന്നത് ഈ ഫസ്റ്റ് സെല്ലിൻ്റെ പേരാണ്. അപ്പോൾ ഇനി സെല്ല് എന്താണെന്ന് അറിയാത്തവർ, നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ക്ലാസ് കാണുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. സെല്ലെന്ന് പറഞ്ഞാൽ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഈ ബോക്സുകൾ, അതായത് ഓരോ ബോക്സുകളായിട്ടാണ് നമ്മുടെ ഈ പേജ് കാണുന്നത്. അപ്പോൾ ഈ ബോക്സിന്, ഈ സ്മോൾ റെക്റ്റാങ്കുലർ ബോക്സിന് പറയുന്ന പേരാണ് സെല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സെല്ല് ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഏത് സെല്ലാണോ നമുക്ക് വേണ്ടത് ആ സെല്ലിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവച്ചു, അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ആ ഒരു സെല്ല് സെലക്റ്റായി, അത് കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് സെൽ പോയിൻ്റർ എന്ന് പറയും. അതായത് നമ്മൾ സെല്ലിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കും, 4 സൈഡിലും ബോർഡറൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേര് സെൽ പോയിൻ്റർ എന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ആദ്യത്തെ സെല്ലിൻ്റെ പേര് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പേര് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ല് ഏത് കോളത്തിലാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം.
അപ്പം ഈ ഒരു സെല്ലാണ്. അപ്പോൾ ഇതിരിക്കുന്ന കോളം എ കോളം. അപ്പം ആദ്യം നമ്മൾ പറയേണ്ടത് ഈ സെല്ലിരിക്കുന്ന കോളത്തിൻ്റെ പേരാണ്, അതായത് എ. രണ്ടാമതായിട്ടാണ് നമ്മൾ പറയുന്നത് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലിരിക്കുന്ന റോയുടെ പേര്. അപ്പോൾ ഇതാണ് സെല്ലിരിക്കുന്ന റോ എന്ന് പറയുന്നത്, ഇതാണ് 1. അപ്പോൾ ഈ സെല്ലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ A1. അപ്പം പേര് കണ്ടുപിടിക്കാൻ നേരം നമ്മൾ ആദ്യമേ പറയേണ്ടത് കോളത്തിൻ്റെ പേരാണ്, രണ്ടാമത് പറയേണ്ടത് റോയുടെ പേരാണ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെല്ലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ A1 ആണ്. A1. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് സെല്ലിൻ്റെ പേര് വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ആദ്യമേ കോളത്തിൻ്റെ പേരെടുക്കണം, രണ്ടാമത് റോയുടെ പേരെടുക്കണമെന്ന്. അപ്പോൾ കോളത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഈ മുകളിൽ കാണുന്ന ഈ CD എന്ന് പറയുന്ന ആൽഫബറ്റ്, ഇതാണ് കോളം എന്ന് പറയുന്നത്. ഇത് A കോളം, B കോളം, C കോളം, D കോളം, അങ്ങനെ Z വരെ പോവും. Z കഴിയുന്ന ഉടനെ AB, AC അങ്ങനെ അങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് അങ്ങ് പൊക്കോണ്ടങ്ങിരിക്കും, അത് സ്റ്റോപ്പ് ആകത്തില്ല. ഈ ABCD എന്നുള്ളതാണ് കോളത്തിൻ്റെ പേര്. ഈ സൈഡിൽ കാണുന്ന 1 2 3 4 എന്നുള്ള ഇതാണ് റോയുടെ പേര്. അപ്പോൾ ഇത് 1 എന്നുള്ള റോയാണ്, 2 എന്നുള്ള റോ, 3 4 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എത്ര റോയുണ്ട് അല്ലെങ്കിൽ എത്ര കോളമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡയറക്റ്റ് ഈ ക്ലാസ് കാണുന്നവർ നമ്മുടെ പഴയ ക്ലാസ് കൂടെ ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെല്ലിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഏതൊരു സെല്ലിൻ്റെ അഡ്രസ്സ് നമുക്ക് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിരിക്കുന്ന കോളത്തിൻ്റെ പേര് പറയണം. ഇപ്പം നമ്മൾ ഈ ഒരു സെല്ലാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിരിക്കുന്ന കോളം A കോളം, ഈ സെല്ലിരിക്കുന്ന റോ ഒന്നാമത്തെ റോ. അപ്പോൾ ഈ സെല്ലിൻ്റെ പേര് A1 എന്ന് പറയും. അപ്പോൾ ഈ ഒരു സെല്ലിൻ്റെ പേര് A1. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്തു. രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി ഇതിരിക്കുന്ന കോളത്തിൻ്റെ പേര് B, ഇതിരിക്കുന്ന റോയുടെ പേര് 1. അപ്പോൾ ഈ ഒരു സെല്ലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ B1 എന്നാണ്. ഇനി അതുപോലെ തന്നെ C1, D1, E1 അങ്ങനെ പോകും. ഇടയ്ക്ക് വന്നൊരു സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യമേ നോക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ല് ഏത് കോളത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഈ സെല്ലിരിക്കുന്ന കോളം D ആണ്. അപ്പോൾ ആദ്യമേ സെലക്ട് ചെയ്യാൻ ഇനി നമ്മൾ പറയേണ്ടത് ഈ സെല്ലിരിക്കുന്ന റോ, അതായത് 7ാമത്തെ റോയിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ D7 എന്നാണ്. D7. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏതൊരു സെല്ലിൻ്റെ പേര് വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ വേറൊരു സെല്ല് സെലക്ട് ചെയ്തു. അപ്പം നമുക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക, ആ സെല്ലിൻ്റെ അഡ്രസ്സ് എന്താണെന്ന് പറഞ്ഞു നോക്കുക. ഈ ഒരു സെല്ലിൻ്റെ കോളം നമ്മൾ സെലക്ട് ചെയ്ത ഈ സെല്ലിരിക്കുന്ന കോളം എന്ന് പറഞ്ഞാൽ G ആണ്. അതുപോലെ തന്നെ ഇതിരിക്കുന്ന റോ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ഈ ഒരു സെല്ലിൻ്റെ പേരെന്ന് പറയുന്നത് G5 ആണ്. അപ്പോൾ ഇങ്ങനെ ഏതൊരു സെല്ലിൻ്റെ പേര് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാണുന്ന ബോക്സുകളെല്ലാം സെല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഈ ഓരോ സെല്ലിനും പേരുണ്ട്. അപ്പം ആ സെല്ലിൻ്റെ പേരാണ് സെൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ പേര്. സെൽ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ലിരിക്കുന്ന കോളത്തിൻ്റെ പേരാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ കോളത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മുകളിൽ കാണുന്ന ആൽഫബറ്റ്. ഇനി രണ്ടാമത് പറയേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിരിക്കുന്ന റോയുടെ പേര്, അതാണ് ഈ 3 എന്നുള്ളത്. അപ്പം അതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ B3. അപ്പോൾ അങ്ങനെ ഏത് സെല്ലിൻ്റെ വേണമെങ്കിലും അഡ്രസ്സ് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ജസ്റ്റ് ക്ലാസ് കാണുന്നവർ ഒന്ന് സെൽ അഡ്രസ്സ് മനസ്സിലായോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് ജസ്റ്റ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം ഞാൻ ഈ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് കമൻ്റായിട്ട് ചെയ്യണം. ഒരു 3 സെല്ല് ഞാൻ തരും. അപ്പം 3 എണ്ണത്തിൻ്റെയും അഡ്രസ്സ് കമൻ്റായിട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്, ഈ സെല്ലിൻ്റെ അഡ്രസ്സ് കമൻറ്റ് ചെയ്യണം. ഇനി രണ്ടാമത്തെ സെല്ലെന്ന് പറയുന്നത് ഇതാണ്, രണ്ടാമത്തെ സെല്ലിൻ്റെ അഡ്രസ്സും കമൻറ്റ് ചെയ്യണം. ഇനിയും മൂന്നാമത്തെ ഒരു സെല്ലും കൂടെ തരുവാണ്, മൂന്നാമത്തെ സെല്ലിൻ്റെയും അഡ്രസ്സ് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ടാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പഠിച്ചത് ഈ ഒരു സെൽ അഡ്രസ്സ് കാണാനാണ്. അപ്പോൾ സെൽ അഡ്രസ്സ് കാണാൻ
ഉള്ള 3 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻ്റായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവരും ചെയ്യണം. അപ്പോൾ എനിക്ക് സന്തോഷമാണ്, കാരണം നിങ്ങളത് കണ്ടു, നിങ്ങൾക്കത് മനസ്സിലായി എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അത് കമൻ്റായിട്ട് എല്ലാവരും ചെയ്യണം, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവരും ചെയ്യണം. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ, നമുക്കിന്ന് 2 കാര്യം മാത്രം പഠിച്ചാൽ മതി ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സെല്ലിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ സെല്ലിനകത്ത് ഇനി നമുക്ക് എന്തെങ്കിലും കാര്യം ടൈപ്പ് ചെയ്യണം. നമുക്ക് നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാം, അതുപോലെ ആൽഫബറ്റ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഏത് സെല്ലിലാണോ ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ആ സെല്ല് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് മൗസ് കൊണ്ടുവച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇപ്പം നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യാനുള്ളത് അത് നമുക്ക് ഡയറക്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്യാം. ഇപ്പം ഫസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്തത് ഒരു ആൽഫബറ്റാണ്. ആൽഫബറ്റ് ടൈപ്പ് ചെയ്തപ്പം എല്ലാവരും കണ്ടല്ലോ. ഞാനൊരു നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്പരും ടൈപ്പ് ചെയ്തു. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നമ്മൾ ആൽഫബറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വലത്തോട്ടായിരിക്കും വരുന്നത്. അതേസമയം നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ഇങ്ങേ വശത്തായിരിക്കും വരുന്നത്. അപ്പോൾ ആൽഫബറ്റ് ടൈപ്പ് ചെയ്യുമ്പോഴും നമ്പർ ടൈപ്പ് ചെയ്യുമ്പോഴും 2 വ്യത്യാസമുണ്ട്. അതിന് ആൽഫബറ്റ് നമ്മൾ കണ്ടോ ടൈപ്പ് ചെയ്യുന്ന ഉടനെ ഇവിടുന്നാണ് വരുന്നത്. പക്ഷേ നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യുന്ന ഉടനെ നമ്പർ അപ്പുറത്തെ സൈഡിലാണ് പോകുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ടൈപ്പ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് എവിടാണോ ഏത് സെല്ലിലാണോ ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ആ സെല്ല് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ആ സെല്ലിലോട്ട് മൗസ് കൊണ്ടുവച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് ഡയറക്റ്റ് കീബോർഡ് ഉപയോഗിച്ച് അങ്ങ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ ആൽഫബറ്റ് ടൈപ്പ് ചെയ്തു. ഇനി ഞാനൊരു നമ്പറും ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൽഫബറ്റ് എന്നുള്ളത് ഈ ഒരു സൈഡിൽ നിന്നാണ് വരുന്നത്. നമ്പർ എന്ന് പറയുമ്പോൾ അവസാനത്തെ സൈഡിൽ നിന്നാണ് നമുക്ക് കാണാനായിട്ട്. അതൊരു വ്യത്യാസമാണ്. ഇനി നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യം നമുക്ക് കളയണമെങ്കിൽ, ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ അതും നമുക്ക് പറ്റും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ ഡിലീറ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ 56 എന്നുള്ളത് നമുക്ക് വേണ്ട, നമ്മൾ ടൈപ്പ് ചെയ്തത് നമുക്ക് വേണ്ട. അപ്പോൾ അതിനെ കളയണമെങ്കിൽ ജസ്റ്റ് ഈ 56 എന്നുള്ളത് സെലക്ട് ചെയ്യുക, കീബോർഡിലെ ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തതിനെ കളയുന്നത്. ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നമുക്ക് ഏതൊരു സെല്ലിൽ ടൈപ്പ് ചെയ്യണമെങ്കിലും ജസ്റ്റ് ആ സെല്ല് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് ചെയ്യുക. പിന്നെ നമുക്ക് നമ്പേഴ്സ് ടൈപ്പ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക, നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് ആകുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്നായിരിക്കും, ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടായിരിക്കും. നമ്പർ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനമായിരിക്കും കാണിക്കുന്നത്. കണ്ടോ, അതായത് വലത്തെ വശത്തായിരിക്കും കാണിക്കുന്നത്. മറ്റേ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങും, ഇത് റൈറ്റിലോട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ടൈപ്പ് ചെയ്തത് കളയണമെങ്കിലും നമുക്ക് പറ്റും. അപ്പോൾ ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക, കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ സെല്ല് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ആ സെല്ലിലോട്ട് മൗസ് കൊണ്ടുവച്ചു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും കാര്യം പഠിച്ചാൽ മതി. അതായത് സെൽ അഡ്രസ്സ് കാണാൻ പഠിച്ചു, സെല്ലിനകത്ത് ടൈപ്പ് ചെയ്യാൻ പഠിച്ചു, നമ്പർ ടൈപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, ആൽഫബറ്റ് ടൈപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യം നമുക്ക് വേണ്ട അതിനെ ഡിലീറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യം നമുക്ക് വേണ്ട അതിനെ ഡിലീറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ പഠിച്ച കുറച്ച് കാര്യമേ പഠിച്ചുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ആവർത്തിച്ച് കേട്ട് നോക്കണം. സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവർ സിസ്റ്റം എടുത്ത് നോക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് ജസ്റ്റ് കമൻ്റായിട്ടൊക്കെ ഇടണം. അപ്പോൾ എനിക്കും അറിയുമ്പോൾ ഒരു സന്തോഷമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി, നിങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ അറിയുമ്പോൾ. എല്ലാവരും ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞ ബേസിക് ക്ലാസ്സുകളൊക്കെ എല്ലാവരും പലതവണ ആവർത്തിച്ച് കേൾക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പം സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ ജസ്റ്റ് അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു 2-3 വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കാണുന്നവരൊക്കെ ജസ്റ്റ് ആ വർക്കുകൾ നമ്മൾ കമൻസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ.